ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു ഷോപ്പിംഗ് ആൻഡ് ഔട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊരു 1.5 ശേഷം മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ഷോപ്പിങ്ങും പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1:30 ആ ഒരു ടൈമിലാണ് മീറ്റ് ചെയ്യുന്നത്. അതിൽ എടപ്പാളാണ് സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പരിപാടിയാണ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ അന്നത്തെ അവിടെ സ്പെഷ്യൽ നോക്കുമ്പോൾ മീൻ ബിരിയാണി, മന്തി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. 3 പേർക്കും ബീഫ് അത്യാവശ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എടപ്പാൾ അധികം ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും ഈ ഒരു സ്പോട്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത്. 10 രൂപയ്ക്ക് പുഡിങ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് കഴിക്കാനായിട്ട് പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണതും കഴിക്കണതും ഇതറിയണതും ഒക്കെ കേട്ടോ. എന്തായാലും 10 രൂപയ്ക്ക് ലാഭമാണ്. പിന്നെ അത് മാത്രമല്ല, ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊരു മധുരം കഴിക്കണം എന്നുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇഷ്ടമാവും. പിന്നെ എനിക്ക് ആ ഒരു ഇതാണ്. പിന്നെ എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ 10 രൂപയ്ക്ക് ഉണ്ട്. അപ്പോൾ അറിയാത്തവരൊന്ന് ഈ സ്പോട്ടിലൊന്ന് വന്ന് നോക്കൂ കേട്ടോ. നല്ല തന്നെ. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നെസ്റ്റോ ആണ്. അപ്പോൾ ഇപ്പോൾ നെസ്റ്റോയിൽ നല്ല ഓഫറിൻ്റെ ടൈമാണല്ലോ. നമുക്ക് ഡ്രസ്സിലാണെങ്കിലും പിന്നെ ഈ ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നെസ്റ്റോയിൽ പോയ ടൈമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കോർണറിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഇപ്പോൾ വെക്കേഷനിൽ കാര്യമാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കിയിട്ട് നമുക്ക് അവരെ മേലിൽ എന്താ പറയുക കണ്ണെടുക്കാനേ നേരം ഉണ്ടാവില്ല. കാരണം മക്കൾ ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം കുറച്ച് അലമ്പാവുമല്ലോ. അപ്പോൾ ഈ ഒരു 2 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എന്താ പറയുക, നമുക്കെല്ലാ പേരൻസിനും വീട്ടിലിരിക്കലുണ്ടാവും കാര്യമായിട്ട്. ചിലവർ ടൂറ് പോകും വെക്കേഷനിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, വർക്കിന് പോകുന്ന ആൾക്കാർക്ക് പിന്നെ അത്ര അങ്ങോട്ട് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ, അതായത് വലിയ സ്ട്രെസ്സ് ഉണ്ടാവില്ല. സ്ട്രെസ് വെച്ചാൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ദിവസം ഫ്രണ്ട്സിനോട് അങ്ങനെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര സ്ട്രെസ് അങ്ങോട്ട് ഫീൽ ചെയ്യില്ലല്ലോ. കുറേയൊക്കെ മൈൻഡ് ഫ്രീ ആവും. അപ്പോൾ എല്ലാവർക്കും പേഴ്സണലി ഓരോ വിഷയങ്ങളുണ്ടാവും. ഏതും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് പുറത്ത് പോവാം. ജസ്റ്റ് മക്കളൊന്നും ഇല്ലാണ്ട്, അതായത് മക്കളെ നമ്മുടെ പാരൻസിൻ്റെ അടുത്താക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ന് വെച്ചിട്ടൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു സ്പേസ് നമുക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് കുറവന്നാവും. പക്ഷേ നമ്മുടെ ലൈഫാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുക. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്താവും, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. എനിക്കങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോവുക, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ അതേപോലെ നമുക്കിഷ്ടമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. എന്നൊന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ മനസ്സെന്താവും, കുറച്ച് ടൈം നമ്മളെ മനസ്സിൽ നിന്ന് നമ്മുടെ ആ വിഷമവും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ മക്കളെ ഏൽപ്പിക്കുന്നത് നമ്മുടെ പാരൻസിൻ്റെ അടുത്തല്ലേ. അവർ നല്ല രീതിക്ക് തന്നെ മക്കളെ നോക്കും. അപ്പോൾ ആ ഒരു ടെൻഷനും ആ ഒരു ടൈമിൽ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എൻ്റെ സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. എന്താ പറയുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അവരെ കാണുക, അത് ഭയങ്കര എന്താ പറയുക നല്ലൊരു മെമ്മറീസ് ആവുമല്ലോ, നല്ലൊരു ഹാപ്പിനെസ് ആവുമല്ലോ അങ്ങനെയൊക്കെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ടായിരുന്നു. അത് 300 സംതിങ് 299 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ കുട്ടികളുടെ സെക്ഷനും വല്ലാണ്ട് അങ്ങോട്ട് നല്ല ഭംഗികളൊന്നും ഉണ്ടായില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ ഡെയിലി യൂസിന്, പിന്നെ അതേപോലെ എന്തെങ്കിലും വെസ്റ്റേൺ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ മോഡലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ.
പിന്നെ ബാഗിൻ്റെ കളക്ഷൻ ആണെങ്കിലും ബാഗ് എനിക്ക് തോന്നുന്നു കളക്ഷൻ ഇവിടെ കുറഞ്ഞു എന്ന്. പിന്നെ ഇത് 299 ആ ഒരു റേഞ്ചിൽ കുട്ടികളുടെ ബാഗുകളുടെ ഒന്നും കേട്ടോ, കുട്ടികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓവറായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി കോഴിക്കോട് ഒരു ദിവസം പോകണം, മിഠായി തെരുവ് പോകണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം ഇതൊക്കെ ആവില്ല നമ്മുടെ ഒരു സന്തോഷം. പിന്നെ വെക്കേഷനിൽ ഇതേപോലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജൂണിലത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ജോലിക്ക് പോകുന്ന അധികം ആൾക്കാരും ഇങ്ങനെ തന്നെ ആവും. നമ്മൾ ഇതേപോലെയുള്ള ഓഫർ പ്രൈസിൽ ഡെയിലി യൂസിന് പറ്റിയ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല പോലെ തന്നെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെയായിട്ട്. അപ്പോൾ അതിനൊരു പ്ലാനിങ് ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് വീഡിയോസ് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഫുഡ് കഴിക്കാണ്ട് പറ്റിയിട്ടില്ല. പിന്നെ ഒന്നാമത് ഈ ഫാഷൻ ഈ ഒരു സ്ഥലത്തൊക്കെ ഇവിടെ ആൾ കുറവാണെങ്കിലും അവിടെ താഴെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവില്ല, അതിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ഏതായാലും വയറേതായാലും ഫുള്ളായിരുന്നു. പുറത്തുനിന്ന് കണ്ട പാടന്നെ നമ്മൾ ഫുഡല്ലേ കഴിച്ചത്. പിന്നെ പ്ലാൻ ചെയ്ത് വൈകുന്നേരത്തേക്ക് എന്തായാലും പോകുന്നതിന് മുമ്പ് ജ്യൂസ് എന്തെല്ലാം കുടിക്കണം, അത് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെ വീണ്ടും എന്ത് ചെയ്തു, ഡ്രസ്സ് തന്നെ അങ്ങനെ നോക്കിയിട്ടോ കാര്യം നമുക്ക് ഇങ്ങനെയുള്ള ഓഫർ എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടൻ്റെ ലൈറ്റായിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും എന്താ പറയുക, നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സെല്ലാം എത്രയൊന്നുമല്ല, ഇതിലും എന്താ പറയുക 2-3 ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ അവരൊന്നും എന്താ പറയുക മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ വരാൻ പറ്റുന്നവരെന്ത് ചെയ്ത് ഒന്ന് കൂടി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെപ്പോഴും വീട്ടിലെ പണി ടെൻഷൻ കാര്യങ്ങളൊക്കെ അതിനൊരു മൈൻഡൊന്ന് ഫ്രീ ആവുമല്ലോ ഇങ്ങനെയൊക്കെ ഇറങ്ങുകയാണെന്നുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായത്തോട് എത്രത്തോളം ആൾക്കാർ യോജിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഐഡിയകളാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വന്ന് ഇറങ്ങിയിട്ട് ജ്യൂസ് കഴിക്കണം. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് നുങ്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നുങ്ക് യൂസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് സെൽഫീസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ സന്തോഷം കാര്യങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടമാകുന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.